അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ വഫൂർ അൻവരി ഉസ്താദിന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബക്കാരനുമായ അമീൻ ഫൈദി സദസ്സിലുണ്ട്. വളരെ കാലം കൊണ്ട് ഇതിന്റെ പ്രഭാഷണമൊക്കെ കേൾക്കുന്ന, പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട അമീൻ ഫൈദി നിങ്ങളോട് സംസാരിക്കും. ഞാനെങ്ങാനും ലോകത്തിനോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്റെ മയ്യത്തങ്ങ് കുളിപ്പിക്കണം നബിയേ. മാത്രമല്ല യാ റസൂലല്ലാഹ്, ആരോരുമില്ലാത്ത ഖബർസ്ഥാനിന്റെ അകത്തോട്ട് എന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ അങ്ങ് ഇറക്കി വെക്കണേ യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാ പ്രിയപ്പെട്ടവരെ. മൂന്നാമതായി കൊണ്ട് റസൂലുള്ളാഹിനോട് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ കഫംപടവയോടുകൂടെ നമ്മള് കിടന്നിറങ്ങിയ പുതപ്പുണ്ടല്ലോ, അതൊന്ന് ചേർത്തി വെക്കണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഖദീജ ബീവിയുടെ മയ്യത്തുണ്ടല്ലോ, ഖബർസ്ഥാനിന്റെ അകത്തോട്ട് ഇറക്കി വെക്കുന്നു അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഖബർസ്ഥാനിന്റെ ഭാഗത്ത് വന്നുകൊണ്ട് സങ്കടപ്പെടുകയാ, പൊട്ടിക്കരയുന്ന സമയമാ. ഏതൊരു മയ്യത്തിന്റെയും കബളിന്റെ ഭാഗത്തുണ്ടല്ലോ ഒരു പിടി മണ്ണ് വെക്കുമല്ലോ ഉമ്മ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കബളിന്റെ ഭാഗത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണ് വെക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കബളിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ മണ്ണ് നിലത്തോട്ട് വീഴുകയാ. രണ്ടാമത് റസൂലുള്ളാഹി തങ്ങൾ വെക്കുകയാ, മൂന്നാമതും വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മണ്ണ് ചേരുന്നില്ല സഹോദര. ആ സമയത്താ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട ഖദീജയുടെ ശരീരത്തിലുണ്ടല്ലോ മണ്ണ് തൊടൂല നബിയേ. എന്തേ കാരണം പ്രിയപ്പെട്ടവരെ? എല്ലാ ദീനിന് വേണ്ടി സദഖ കൊടുത്തുപോയ പ്രിയപ്പെട്ട പെണ്ണാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. എല്ലാ ദീനിന് വേണ്ടി കൊടുത്ത ഒറ്റ കാരണത്താലാണ് മരണപ്പെട്ടു പോയി കൊണ്ട് ഖബർസ്ഥാനിന്റെ അകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കവിളിന്റെ ഭാഗത്ത് മണ്ണ് വെച്ചിട്ട് മണ്ണ് ചേരാത്ത സംഭവം. അല്ലാഹുവേ, ഞങ്ങളുടെ മയ്യത്ത് ഖബർസ്ഥാനിന്റെ അകത്ത് കിടക്കുമ്പോ ഞങ്ങളെ വേദനിപ്പിക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ ചോദിക്കുകയാ, ആരാണ് നബിയേ ഖബർസ്ഥാനിന്റെ അകത്ത് സ്വർഗ്ഗത്തിന്റെ വിരിപ്പിൽ കിടക്കുന്നതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, ഫഹും അസ്ഹാബുസ് സ്വൈമൂൻ, ആരാണോ നോമ്പെടുക്കുന്നതാരാ അവരെന്താനും ഇഖ്ലാസോടുകൂടെ ഈമാനോടുകൂടെ നോമ്പെടുത്തു കഴിഞ്ഞാൽ, അവര് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ ഖബർസ്ഥാനിന്റെ അകത്ത് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വിരിപ്പ് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിന്റെ റഹ്മത്തിന്റെ 10 നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന മുത്തഖി